കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘമഹോത്സവത്തിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. ഗണപതി ഹോമത്തോടെയും വിശേഷാൽ പൂജകളോടുമൊക്കെയാണ് കുംഭമേളയുടെ 15ാം ദിനം ചടങ്ങുകൾ ആരംഭിച്ചത്. നാളെ അമൃതസ്നാനത്തോടെയാണ് മഹാമാഘമഹോത്സവത്തിന് കൊടിയിറങ്ങുന്നത്. വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ പുണ്യഭൂമിയിൽ അനുഭവപ്പെടുന്നത്. നീളാരതിക്കും ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത. വൈകിട്ട് 7 മണിക്ക് സർപ്പബലിയും നടക്കും. നാളെ അമൃതസ്നാനത്തോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാപനമാകുന്നത്. മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശുഭയോഗങ്ങളോടെയാണ് മഹാമാഘത്തിന്റെ സമാപനം കുറിക്കുന്നത്. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായി മാഘമകം അമൃതസ്നാനം രാവിലെ 8 മണിക്ക് ആരതി ഘാട്ടിൽ നടക്കും. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃതസ്നാനത്തിൽ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും നാളെ പങ്കുചേരുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഹിന്ദു പുരാണ പരമ്പരകളൊക്കെ അനുസരിച്ച് അമൃതസ്നാനം ആത്മശുദ്ധിയെയും അമരത്വ സാധനയെയും പ്രതീകാത്മകമായാണ് സൂചിപ്പിക്കുന്നത്. ഈ ദിവ്യയോഗത്തിൽ നടത്തുന്ന പുണ്യസ്നാനം പാപമുക്തി നൽകുകയും ജന്മമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുകയും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അമൃതസ്നാനത്തിന് ശേഷം യതി പൂജ നടക്കും. ജനം, തിരുനാവായ.